السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. ബഹുമാനവും സ്നേഹവും നിറഞ്ഞ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ പരിശുദ്ധമായിരിക്കുന്ന ദിക്റിൻ്റെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും അനിവാര്യതയും ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ നാം മനസ്സിലാക്കി. ഇനി ചില ദിക്റിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായും കൊണ്ട് ദിക്റുകൾക്കുള്ള നേതാവായി അറിയപ്പെടുന്ന ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും വലിയ ദിക്ർ, ഈ ഭൂലോകത്തിലുള്ള സർവ്വ വസ്തുക്കളെക്കാളും ശ്രേഷ്ഠമായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും എല്ലാ മനുഷ്യരും അവരുടെ നാവ് കൊണ്ട് ഉച്ചരിക്കുന്നതായിരിക്കുന്ന വാക്കുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. കലിമത്തുൻ തയ്യിബ എന്നും ഇതിനെക്കുറിച്ച് പറയപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള മഹത്തായ ദിക്റാണ് ദിക്റുകളെ കൂട്ടത്തിൽ 1-ാം സ്ഥാനത്തിൽ നിൽക്കുന്ന ദിക്ർ. ഇതുമായി ബന്ധപ്പെട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പരിശുദ്ധമാകുന്ന ഹദീസിൽ നമ്മളോട് പഠിപ്പിക്കുന്നത് അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഫ്ളലു ദുആഇ അൽഹംദുലില്ലാഹ്. ഇമാം തുർമുദി, നസായി, ഇബ്നു മാജ, ഇബ്നു ഹിബ്ബാൻ, ഹാക്കിം തുടങ്ങിയ പ്രഗൽഭരായ മുഹദ്ദിസുകളൊക്കെ പ്രഗൽഭനായ സ്വഹാബി ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിക്റുകൾക്കുള്ള ഏറ്റവും വലിയ നേതാവ്, അല്ലെങ്കിൽ ദിക്റുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റുണ്ടെങ്കിൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. വ അഫ്ളലു ദുആഇ അൽഹംദുലില്ലാഹ്. എന്നാൽ ദുആകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ എന്നുള്ളത് അൽഹംദുലില്ലാഹ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഏത് പ്രാർത്ഥനയും ഏത് ദുആയും നാം ചെയ്യുമ്പോൾ ആദ്യമായി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത്. ഏത് ദുആയും തുടങ്ങുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ടാണ്. അത് ഏറ്റവും വലിയ ദുആയാണ്. അതുപോലെ ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റുണ്ടെങ്കിൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് നാം നമ്മുടെ നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. അതിൻ്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും എണ്ണിയാൽ തീരാത്തതാണ്. പറഞ്ഞാൽ തീരാത്ത മഹത്വങ്ങളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കുള്ളത്. അപ്പോൾ ആ ദിക്ർ നമ്മൾ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. എത്ര കണ്ട് നമുക്കത് പതിവാക്കാൻ സാധിക്കുന്നുവോ, അധികരിപ്പിക്കാൻ സാധിക്കുന്നുവോ അത്ര കണ്ട് അധികരിപ്പിക്കണം. പ്രത്യേകിച്ചും ഹദീസുകളിൽ, അസറുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, ഒരു മനുഷ്യൻ ജീവിതത്തിൽ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയാണെങ്കിൽ അവനിക്ക് നരകമോചനം ലഭിക്കുമെന്നാണ്. അതുകൊണ്ടാണ് മരിച്ച വീട്ടുകളിലൊക്കെ മരിച്ചവരുടെ പേരിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഹദിയ ചെയ്യാനുള്ള കാരണം അതാണ്. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ദഖലൽ ജന്ന എന്നാണ് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത്. അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അപ്പോൾ അത്രയും മഹത്വമുള്ള ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്: മാ ഖാല അബ്ദുൻ ലാ ഇലാഹ ഇല്ലല്ലാഹു ഖത്തു മുഖ്ലിസൻ ഇല്ലാ ഫുതിഹത ലഹു അബ്വാബുസ് സമാ ഹത്താ തുഫ്ളാ ഇലൽ അർശി മജ്തുനിബത്തിൽ ഖബായിർ. ഒരു അടിമ, അള്ളാഹുവിൻ്റെ ഒരു അടിമ ആത്മാർത്ഥമായ നിലക്ക് അവൻ്റെ ഖൽബിൻ്റെ ഉള്ളിൽ നിന്നും ആത്മാർത്ഥമായ നിലക്ക്
ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയാണെങ്കിൽ 7 ആകാശങ്ങൾക്കുള്ള വാതിലുകൾ തുറക്കപ്പെടുകയും അത് അർശിലേക്ക് ചെന്നെത്തുന്നത് വരെ എല്ലാ ആകാശങ്ങൾക്കുള്ള കവാടങ്ങൾ അവനിലേക്ക് തുറക്കപ്പെടുന്നതാണ്. മജുത്തുനിബത്തിൽ ഖബായിർ, വന്തോഷങ്ങൾ അവൻ ഉപേക്ഷിക്കുകയാണെങ്കിൽ. അപ്പോൾ ഒരു മനുഷ്യൻ വന്തോഷങ്ങളൊക്കെ ഉപേക്ഷിച്ചും കൊണ്ട് ആത്മാർത്ഥമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പതിവാക്കുന്ന ഒരാൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് എല്ലാ ആകാശ കവാടങ്ങളും അവൻ അർശിലേക്ക് ചെന്നെത്തുന്നത് വരെ തുറക്കപ്പെടുന്നതാണ് എന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇമാം തുർമുദി റഹിമഹുല്ലാഹ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ അത്രയും വലിയ മഹത്വമാണ്, ശ്രേഷ്ഠതയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മാത്രമല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ ഒരു സംഭവം പറയുകയാണ്. നാളെ ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ എല്ലാവരും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ലൈസ അലാ അഹ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ശത്തും ബിൽ മൗത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ പതിവാക്കിയവൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ മുറുകെ പിടിച്ച മനുഷ്യൻ, അവനിക്ക് മരണസമയത്ത് ഒരു പ്രയാസം, ഒരു വഹ്ശത്ത്, ഏകാന്തത എന്നതുണ്ടാവുകയില്ല. ഞാൻ ഒറ്റക്കായി പോയല്ലോ, എനിക്ക് ആറുമാറുമില്ലാതെയായി പോയല്ലോ എന്ന ഒരു ബേജാറ്, വിഷമം അവനിക്കുണ്ടാവില്ല മരണസമയത്ത്. വലാഫിൽ ഖുബൂരി, അതുപോലെ തന്നെ ഖബറിലും അവനിക്ക് ഒരു ഏകാന്തത, വഹ്ശത്ത്, ഒരു വിഷമം, പ്രയാസം അവനിക്കുണ്ടാവില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ പതിവാക്കിയ മനുഷ്യനിക്ക്. അതുപോലെ വലാഫിൻ നുശൂർ, നാളെ മഹ്ശറയിലും അവനിക്ക് ഒരു വിഷമമോ പ്രയാസമോ ഉണ്ടാവില്ല. കഅന്നി അൻദുറു ഇലൈഹിം ഇൻദ സ്വൈഹ, നബി തങ്ങൾ പറയാണ്, മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ സൂർ എന്ന കാഹളത്തിൽ ഊതുന്ന ദിവസം ഞാനിങ്ങനെ ചില ആളുകളെ നോക്കുന്നത് പോലെയുണ്ട്, ഞാൻ അവരെ നേരിട്ടിപ്പോൾ കാണുന്നത് പോലെ. എങ്ങനെയാ അവർ? യംഫുദൂന റൂസഹും, അവർക്കുള്ള ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അവർക്കുള്ള തലകളിങ്ങനെ പിന്നെ കുടഞ്ഞും കൊണ്ട്, അതായത് ഖബറിൽ കടന്നതായിരിക്കുന്ന ആ ഖബറിൽ നിന്ന് അവരുടെ തലയിലേക്ക്, ശരീരത്തിലേക്ക് പറ്റിയതായിരിക്കുന്ന പിന്നെ മണ്ണിൻ്റെ പൊടികളെ ഇങ്ങനെ തലയിൽ നിന്നും പിന്നെ കുടഞ്ഞും കൊണ്ട് അവർ എഴുന്നേറ്റ് വരുന്നതായി ഞാൻ അവരെ കാണുന്നുണ്ട്. യഖൂലൂന, അങ്ങനെ അവർ എഴുന്നേറ്റ് വരുമ്പോൾ തല കുടഞ്ഞും കൊണ്ട് അവർ പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ, നമ്മെ തൊട്ട് പ്രയാസങ്ങളും ബേജാറുകളും വിഷമങ്ങളും നീക്കിയതായിരിക്കുന്ന അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട്, അള്ളാഹിനെ സ്തുതിച്ചും കൊണ്ട് ഖബറിൽ നിന്ന് അവർ എഴുന്നേറ്റ് വരും. ആരാണിത്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകൾ. അപ്പോൾ ഇത്രമാത്രം മഹത്വമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന ജനങ്ങൾക്ക് ഇത്രമാത്രം മഹത്വവും ശ്രേഷ്ഠതവും നാളെ ഖിയാമത്ത് നാളിൽ ഉന്നതമായ പദവിയും അവർക്ക് ലഭിക്കുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വങ്ങൾ ഒരിക്കലും പറഞ്ഞ് തീർക്കാൻ നമുക്ക് സാധ്യമല്ല, അത്രയും ഏറെയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോയുടെ ലെന്ത് നീളുന്നത് കൊണ്ട് തൽക്കാലം ചുരുക്കുകയാണ്. അല്ലാഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ജീവിതത്തിൽ മുറുകെ പിടിച്ച് ഒരുപാട് ജീവിതത്തിൽ അത് അധികരിപ്പിച്ച് ഒരുപാട് എണ്ണങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമുക്ക് വീണ്ടും അടുത്ത പിന്നെ വിഷയവുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.